പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 25-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ ആ വീടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് സ്ഥാപിച്ച ആദ്യത്തെ സ്ഥാപനമാണ് കുടുംബജീവിതം. കുടുംബജീവിതത്തിൽ ഐക്യതയും സമാധാനവും കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തെ കുടുംബത്തിൻ്റെ നായകനാക്കിയാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും പ്രയോറിറ്റി യേശു ആണെങ്കിൽ ആ കുടുംബത്തിൽ അസാധാരണമായ സന്തോഷവും സമാധാനവും ഐക്യതയും നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും. ഒരു കുടുംബം ഐക്യതയിൽ നിലനിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ കുടുംബത്തിന് നിലനിൽപ്പില്ല. നമുക്കറിയാം, കുടുംബത്തിലെ വ്യക്തിത്വങ്ങൾ നന്നായാൽ കുടുംബം നന്നാവും. കുടുംബം നന്നായാൽ ഒരു സമൂഹം മൊത്തം നന്നാകും, അല്ലേ? അങ്ങനെയാണെങ്കിൽ നാം ഒക്കെ എത്രയേറെ ഉത്തരവാദിത്ത ബോധമുള്ളവരായിരിക്കണം. നാം മൂലം ഒരു സമൂഹം നശിക്കുവാൻ പാടുണ്ടോ? ഇല്ല. ഇന്ന് സ്വയം ഒന്ന് ശോധന ചെയ്തേ, നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയുണ്ട്? അപ്പായും അമ്മായും മക്കളും ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അവരും ഒക്കെ തമ്മിൽ നല്ല ഐക്യതയുണ്ടോ? നല്ല സ്നേഹബന്ധത്തിലാണോ പോകുന്നത്? നിങ്ങളുടെ ഭവനം ഒരു കൂട്ടുകുടുംബമാണോ? അവിടെ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ വലിയ സമാധാനം, സന്തോഷം, ഐക്യത കർത്താവ് പ്രദാനം ചെയ്യട്ടെ. ഐക്യതയുടെ ഒരു വലിയ തെളിവ് എന്നും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദിവസത്തിൻ്റെ ഒരു നേരമെങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ച്, വീട്ടിലുള്ളവർ ഒരുമിച്ച് ഒന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു ഭയങ്കര ശക്തിയാണ്. ശത്രുവിന് വിരോധമായി നിൽക്കുവാൻ കഴിയുന്ന ഒരു വലിയ ആയുധമാണ് കൈകോർത്ത് പിടിച്ചുള്ള നിങ്ങളുടെ പ്രാർത്ഥന. അപ്രകാരം പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ തകർക്കുവാൻ, ഐക്യതയെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, എത്ര വില കൊടുത്താണെങ്കിലും ഇന്നു മുതൽ കുടുംബ പ്രാർത്ഥനയ്ക്കും, വിശേഷാൽ കൈകോർത്ത് പിടിച്ചുള്ള പ്രാർത്ഥനയ്ക്കും അല്പസമയം ചെലവഴിക്കാമോ? നിങ്ങൾ പോലും അറിയാതെ നഷ്ടപ്പെട്ട സന്തോഷം, സമാധാനം കുടുംബത്തിലേക്ക് മടങ്ങി വരും. ഈ പ്രാർത്ഥന നിങ്ങളെ ഒരു ശീലമാക്കുവാൻ ശ്രമിക്കുക. പ്രാരംഭത്തിൽ അല്പം ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നിയേക്കാം, പക്ഷെ സാരമില്ല. ബുദ്ധിമുട്ടിയാണെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കൈകോർത്ത് ഒടിച്ച് അല്പസമയം പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന മുന്നോട്ട് തുടരുക. വരും ദിവസങ്ങളിൽ നിങ്ങൾ ദേശത്തിനും സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ ഒരു മാതൃകാ കുടുംബമായി വിളങ്ങത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും. തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും. ഈ ദിവസങ്ങളിൽ ഐക്യതയോടെ മുന്നോട്ട് പോകാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന കുടുംബജീവിതത്തിനായി സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത കുടുംബങ്ങൾക്കായി നന്ദി. ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനപ്രകാരം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ ഐക്യത, സന്തോഷം, സമാധാനം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ വരുന്നവർ കർത്താവിൽ സന്തോഷിക്കട്ടെ. അടിയങ്ങളുടെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ഒക്കെ ജീവിതം മാതൃകാപരമാകട്ടെ. ഞങ്ങളെ കാണുന്നവർ യേശുവിനെ കാണട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാം കുടുംബങ്ങളുടെ നാഥനായി അവിടുന്ന് തന്നെ വാഴണമേ. അടിയന്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. ഒരു വലിയ ദൈവിക കാവൽ ഇപ്പോൾ കുടുംബ ജീവിതങ്ങൾക്ക് ചുറ്റും വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഓരോ കുടുംബത്തിലുമുള്ള ഓരോ വ്യക്തിത്വങ്ങളുടെ മേലും യേശുവിൻ്റെ ജീവനുള്ള രക്തം മുദ്ര വയ്ക്കുന്നു. ദൈവിക സമാധാനം, സ്വസ്ഥത ഓരോ കുടുംബത്തിലും അങ്ങ് കൽപ്പിച്ചതിനായി സ്തോത്രം.
ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവെ. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.